നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. വിഷുവിനോടനുബന്ധിച്ച് നമുക്കൊരു പാൽക്കഞ്ഞി ഇവിടെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 400 ഗ്രാം ഉണക്കലരി എടുത്തിരിക്കുന്നത്. നമ്മൾ പായസത്തിനൊക്കെ എടുത്തിരിക്കുന്ന അതേ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതാണ് നമ്മൾ ഒരു പാക്കറ്റ് എടുത്തിരിക്കുന്നത്. ഒരു പിടി വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. വൻപയർ ചേർത്തും പയർ ചേർക്കാതെ നമുക്ക് ഈ പാൽക്കഞ്ഞി തയ്യാറാക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാം. പക്ഷേ ഇതുകൂടൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ആ പാൽക്കഞ്ഞി പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. വൻപയർ ഒത്തിരി വേണ്ട, ഒരു പിടി മതി. നമുക്ക് ലേശം ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കഞ്ഞി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ പിഴിഞ്ഞ് ഒരു 1.5 ലിറ്റർ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാലും 3-ാം പാലും കൂടെ കൂട്ടി പിഴിഞ്ഞതാണ്. ഈ പാലിനകത്ത് വേണം നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടി ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചിട്ടുണ്ട്. അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് കുക്കറിലൊന്നും വേവിക്കേണ്ട, ഇത് എളുപ്പം വേകുന്ന അരിയാണ്. നമുക്ക് പാലിനകത്തിട്ട് തന്നെ വേവിച്ചെടുക്കാം. അരിയെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാൽ കിടന്നതിന് അരി നന്നായിട്ട് വെന്ത് വരണം. അരി വേവട്ടെ, മൂടി വയ്ക്കാം. അപ്പം അരി ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പാൽക്കഞ്ഞിയുടെ കൂടെ ഒരു അവിയൽ കൂടെ തയ്യാറാക്കും. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അവിയലും പപ്പടവുമാണ് പാൽക്കഞ്ഞിയുടെ കൂടെ നമുക്ക് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു അവിയൽ കൂടെ തയ്യാറാക്കാം. അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെറിയ പീസുകളാക്കി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനകത്താണ് അവിയൽ തയ്യാറാക്കുന്നത്. തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അവിയലിനകത്ത് വെള്ളമൊന്നും ചേർത്തല്ല വേവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ചേന നീളം നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പടവലങ്ങ, ക്യാരറ്റ്, വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണമാണ് എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, അച്ചിങ്ങപ്പയർ, ചക്കക്കുരു, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 2 മുരിങ്ങയ്ക്ക. അവിയലിന് കൂടുതൽ നമ്മൾ ചേർക്കേണ്ടത് മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങക്കോല് വേണം നമ്മൾ അവിയലിന് കൂടുതലായി ചേർക്കാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. കൈ വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആവിയിൽ വെച്ച് വേണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അവിയലിൻ്റെ കഷ്ണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും പിടിക്കത്തക്ക രീതിയിൽ വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അരി വെന്ത് വരുന്ന സമയത്ത് ഇതുകൂടെ ഇപ്പുറം ഇരുന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അവിയലിൻ്റെ കഷ്ണം വേവിക്കാനായിട്ട് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കുകയാണ്. അരി തിളച്ചു തുടങ്ങി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. വിഷുവിനൊക്കെ രാവിലെ എന്ന് വെച്ചാൽ പലഹാരമല്ല രാവിലെ ഉണ്ടാക്കുന്നത്. പണ്ട് തൊട്ട് നമ്മുടെ അമ്മമാരൊക്കെ വീടുകളിൽ പാൽക്കഞ്ഞി, ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പാൽക്കഞ്ഞി, അവിയലും പപ്പടവും, അതാണ് വിഷുവിൻ്റെ അന്ന് രാവിലെ എല്ലാവരും കഴിക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് അരിയൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അവിയലിൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 എരിവുള്ള നല്ല വലിയ പച്ചമുളകാണ് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്, അതുകൂടെ ചേർക്കാം. അവിയലിനകത്ത് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്നുകൂടെ ഇളക്കി അതിൽ ഇപ്പോൾ പച്ചക്കറിയിൽ നിന്നുള്ള ജലാംശം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കുമ്പോൾ ഇറങ്ങി വരും. അപ്പം നമുക്കിതൊന്നും അടുക്കി പിടിക്കത്തില്ല. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നോൺ സ്റ്റിക്ക് പാത്രമാകുമ്പോൾ അടുക്കി പിടിക്കില്ല. നമുക്കിന് മൂടി വെച്ച് വയ്ക്കാം. അരിയൊക്കെ വേവായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അരി നന്നായിട്ട് വേകണം, എന്നാലേ നമ്മുടെ കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടെ ആക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അവിയലിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ ചിരവി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, 10-15 കഷ്ണം ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോരുത്, നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ചുവന്നുള്ളി അവിയലിന് കൂടുതൽ ചേർക്കണം, അതൊക്കെയാണ് അവിയലിൻ്റെ ടേസ്റ്റ്. ഉള്ളിയൊന്നും അധികം അരഞ്ഞു പോരുത്. ഇതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇതേപോലെ നമ്മളെല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അരി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ കൂടെ കൂട്ടി ചേർത്ത് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച വൻപയർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വൻപയറും അരിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ അവിയലിൻ്റെ കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അവിയൽ തയ്യാറാക്കുമ്പോൾ ചുവന്നുള്ളിയും തേങ്ങയുമാണ് കൂടുതൽ വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ, കറിവേപ്പില, ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ അവിയൽ നല്ല ടേസ്റ്റായി കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് നമ്മൾ ചേർത്ത്, അധികം പുളിയില്ലാത്ത തൈരാണ്. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അരപ്പിൻ്റെ പച്ച ചുവയെല്ലാം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. അവിയലിൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരിയും പയറും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ്, കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വൻപയർ ഉപ്പിട്ട് വേവിച്ചതായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്, ഓപ്ഷനിലാണ്.
ചിലർ ഇതുപോലെ പാൽക്കഞ്ഞി വെക്കുമ്പോൾ അതിനകത്തേക്ക് ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കും. പക്ഷെ കഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്ക് മധുരം വേണ്ടല്ലോ. അപ്പം അത് ആവശ്യമുള്ള ആളുകൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം. മധുരം ചേർക്കാതെ അവിയലിൻ്റെ കൂടെ നമ്മൾ പാൽക്കഞ്ഞി വെക്കുന്നത് ഇതേ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ചേരുവ കൂടെ ചേർക്കാനുണ്ട്. അതുകൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ പാൽക്കഞ്ഞിയുടെ കൂട്ടെല്ലാം റെഡിയാകുകയുള്ളൂ. അതാണ് നമ്മുടെ വിഷുവിൻ്റെ പ്രത്യേക പാൽക്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ 1-ാം പാലാണ്. 1-ാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടാവുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇനി 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കരുത്, തിളച്ച് പൊട്ടിപ്പോരുത്. അപ്പോൾ തിളച്ച് പൊട്ടിപ്പോയാൽ നമ്മുടെ കഞ്ഞിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ ജീരകവും ഉപ്പും തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തേക്ക് ചേർന്ന് വരുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ വിഷുവിൻ്റെ പാൽക്കഞ്ഞി. ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കി ഈ സമയത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ലേശം ഉപ്പൂടെ വേണം ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. ചിലർക്ക് ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ പാൽക്കഞ്ഞി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ, വിഷുവിൻ്റെ സ്പെഷ്യൽ പാൽക്കഞ്ഞി ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ അവിയൽ കൂടെ ഒന്ന് റെഡിയാകട്ടെ. അവിയലും റെഡിയാകണം, പപ്പടവും വറക്കണം. ഫ്ലെയിം ഓഫാക്കി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ അവിയലും ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അവിയലിന് ഉപ്പൊക്കെ മതിയെന്ന് നോക്കൊന്ന് ചെക്ക് ചെയ്യാം. അവിയലിന് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അല്ലേ, ഈ അവിയൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രയോ ടേസ്റ്റി ആയിട്ടുള്ള അവിയലായിരുന്നു. അത്രയ്ക്ക് നല്ല ചേരുവകളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ചുവന്നുള്ളിയും തേങ്ങയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അവിയൽ കിടിലിനാണ്. അതിൻ്റെ കൂടെ ചക്കക്കുരു അണ്ടിപ്പരിപ്പും കൂടിയൊക്കെ ഇട്ട് മുരിങ്ങയ്ക്കയുമാണ് ഇതിൻ്റെ അവിയലിൻ്റെ പ്രത്യേകത. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ചേക്കാം. ഈ നേരത്തിന് നമുക്കൊന്ന് കുറച്ച് പപ്പടം കൂടെ ഒന്ന് വറുത്തെടുക്കാം. അവിയലെല്ലാം റെഡിയായി, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. അതിന് നാടൻ കറിവേപ്പിലയാണിത് കേട്ടോ. നാടൻ കറിവേപ്പില നമ്മൾ ഇതേപോലെ കയ്യിലെടുത്ത് ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയൊക്കെ നമ്മളിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ടേസ്റ്റ് ഒന്നുകൂടെ കൂടും അവിയലിന്. അപ്പം അവിയലും റെഡി. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. നിങ്ങൾക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ പാൽക്കഞ്ഞി എല്ലാം റെഡിയായി, അവിയൽ റെഡിയായി. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇതൊന്ന് പകർന്നു വെച്ചാലോ. ഇത്രയും വെള്ളവേ ആകാവുള്ളൂ. അപ്പം നമുക്ക് കഞ്ഞി ഒരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. ഇപ്പോൾ പാൽക്കഞ്ഞിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിഷുവിന് നിങ്ങളും ഇതേപോലെ ഒരു പാൽക്കഞ്ഞി അവിയലും പപ്പടവും തയ്യാറാക്കുക. നമ്മുടെ അറിയാൻ മേലാത്ത കൊച്ചുമക്കൾക്കൊക്കെ ഇതൊക്കെ അമ്മമാരൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. വരും തലമുറകളിലേക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. എന്നാലേ നാളെ അവരും ഇതുപോലൊക്കെ ചെയ്യുകയുള്ളൂ. നമുക്ക് അവിയലും കൂടെ കുറച്ച് പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് കേട്ടോ ഇത്. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതെ ആവിയിൽ മാത്രം വേവിച്ചെടുത്താണ്. ആ വെളിച്ചെണ്ണ ആവിയിൽ മാത്രം വെന്ത നല്ല അവിയലാണ്. അവിയൽ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ ഈ അവിയൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ നിങ്ങളും വിഷുവിന് തയ്യാറാക്കി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ പാൽക്കഞ്ഞി, അവിയൽ, പപ്പടം. ഈ പാൽക്കഞ്ഞിയിലേക്ക് അവിയലും പപ്പടവും ഇട്ട് ഞെരടി നമ്മുടെ ഇഷ്ടപ്പെടാത്ത കൊച്ചു കുട്ടികൾ പോലും ഇത് ഇഷ്ടപ്പെട്ടു പോകും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്.
വിഷു കൈനീട്ടമായിട്ട് ഇത്തവണ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്